നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഓണാട്ടുകരക്കാർക്ക് കൃഷിയായിരുന്നു അവരുടെ പ്രധാന ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ ചിങ്ങമാസത്തിലെ കാർഷിക വിളവെടുപ്പ് കഴിഞ്ഞാൽ തങ്ങളുടെ കൃഷിക്ക് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിരുന്ന കന്നുകാലികളോടുള്ള ആദരസൂചകമായി അവരെ കുളിപ്പിച്ചൊരുക്കി തങ്ങളുടെ ദേശനാഥനായ സാക്ഷാൽ ഓച്ചിറ പരബ്രഹ്മത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ആ കാലം മുതൽക്കേ ഇതൊരു കാർഷിക ഉത്സവമായിട്ടാണ് ഓണാട്ടുകരക്കാർ കണ്ടിരുന്നത്. പിന്നീട് കാലക്രമേണ വിശ്വാസപ്രകാരം നന്ദികേശൻ മഹാദേവന്റെ വാഹനമായതുകൊണ്ടുകൂടി പതിയെ കർഷകർ കന്നുകാലികൾക്ക് പകരം കച്ചിയും തടിയും കൊണ്ട് ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള 2 നന്ദികേശന്മാരെ പണിഞ്ഞ് ഓച്ചിറ പടദിനത്തിലെത്തിക്കാൻ തുടങ്ങി. ഇതിൽ ചുവപ്പ് മഹാദേവനും വെളുപ്പ് പാർവതി ദേവിക്കുമായിട്ടാണ് കണക്കാക്കുന്നത്. ആദ്യമൊക്കെ 20ൽ കുറവായിരുന്ന കെട്ടുകാളകളുടെ സ്ഥാനത്ത് ഇന്ന് ഓച്ചിറയുടെ 52 കരകളിൽ നിന്നായി 200ൽ പരം നന്ദികേശന്മാരാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലുതും ചെറുതുമായ നന്ദികേശന്മാരെ കാണാൻ പറ്റുന്ന ഒരിടം കൂടിയാണ് ഓച്ചിറ പടനിലം. കർക്കിടക